ഈ മീഡിയനെ സാക്ഷി നിർത്തി ഞാൻ പറയാണ്, അച്ഛൻ മരിച്ചതുപോലെ ഇനി ഞങ്ങൾക്ക് മരണം മാത്രമേ ഉള്ളൂ. ആവശ്യം ഞാൻ പോരാടി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു അവസാനം ഞങ്ങളുടെ ആത്മഹത്യയാണെങ്കിൽ അതിന് ഉത്തരവാദി IC ബാലകൃഷ്ണൻ MLA തന്നെയാണ്. ഞങ്ങൾ സാധാരണക്കാരാണ്. എന്താ ഞങ്ങൾ ചെയ്യേണ്ടത്? നിൽക്കുന്ന വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കണോ? ഈ കോടതി കയറി ഇറങ്ങണോ? ഈ 3 കുട്ടികളെ വെച്ച് ഞങ്ങൾ എത്ര സമയം റോഡ് സൈഡിൽ വന്ന് നിൽക്കുന്നു? ഒരു കാണാനുള്ള മര്യാദ പോലും ഇവർക്കില്ലേ? ഒരു മാനസിക പരിഗണന തരണ്ടേ? അല്ല, അനുഭവിക്കുന്നതിനും ഒരു പരിധിയുണ്ട്. ഒരു തെറ്റും ചെയ്യാതെ നിങ്ങൾക്ക് അന്വേഷിച്ചാൽ അറിയാം, അച്ഛൻ കൊണ്ടുവച്ചിരിക്കുന്ന പ്രോപ്പർട്ടീസ് എല്ലാം അച്ഛന്റെ കുടുംബ സ്വത്തായിട്ട് കിട്ടിയതാണ്. അല്ല, ഈ പ്രതികൾ എന്ന് പറയുന്നവരാണ് വെള്ളയിട്ടിട്ട് അവരുടെ കൂടെ നടക്കുന്നത്. അതിനൊന്നും ഒരു കുഴപ്പമില്ല. അന്ന് DCC ഉദ്ഘാടനത്തിൽ ഞങ്ങൾ പോയപ്പോൾ അതിന്റെ ഫ്രണ്ടിലിരിക്കുന്നത് ND അപ്പച്ചൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ്. ഇതെന്താ ഇത്? ഇവിടുത്തെ നിയമം എനിക്ക് മനസ്സിലാവുന്നില്ല. അച്ഛൻ ഞങ്ങളോടൊപ്പം സ്നേഹിച്ചതാണ് പാർട്ടീനെ. ആ പാർട്ടീനെ പിന്നെയും കളങ്കം വരുത്തണ്ടെന്ന് കരുതിയിട്ടാണ് ഞങ്ങൾക്ക് അറിയാവുന്ന പല സത്യങ്ങളും ഞങ്ങൾ മറച്ചു വെച്ചത്. അതിനുള്ള ഒരു മര്യാദ, ഒരു നന്ദി പോലും അവർ കാണിക്കുന്നില്ലല്ലോ. അതെ, ഇവരെന്തെങ്കിലും പറയട്ടെ, അവര് എന്റെ അടുത്ത് പറയട്ടെ, അല്ലെങ്കിൽ ഞാൻ എന്റെ ഫാമിലിയുടെ അടുത്ത് പറയട്ടെ, ചെയ്തു തരാൻ പറ്റില്ല, നിങ്ങൾ ചെയ്തോ എന്ന് പറയട്ടെ. NM വിജയൻ എന്ന് പറഞ്ഞ മനുഷ്യൻ മരിച്ചത് അദ്ദേഹത്തിന്റെ സ്വയം പിടിപ്പുകേടുകൊണ്ടാന്ന് അവർ പറയട്ടെ. പാർട്ടീനെ വിശ്വസിച്ചതുകൊണ്ടല്ല മരിച്ചതെന്ന് പറയട്ടെ. ഞങ്ങൾ അനിയൻ മരിച്ചത് എന്താ എന്ന് അവർ പറയട്ടെ. ഞങ്ങൾ പറയും.